കാണുന്നുണ്ടോ? നല്ല കാണുന്നുണ്ടോ? ഇബോ ഇതെന്താ അറിയോ? ഇന്നെ കാണുന്നുണ്ടാ? ഇതെന്താന്നറിയില്ല. അപ്പൊ ഇതോ? ഒച്ചാണല്ലേ? ഒച്ചിച്ച് കണ്ടടാ. ഒച്ചിന് കാണിച്ചാലോ എനിക്ക്? ഇതതിൻ്റെ മുട്ട. ഇതത് വിരിഞ്ഞത്. അപ്പൻ്റെ കൈമ നിൽക്കണൊക്കെ ചാടൂല. ഒട്ടിയ നിൽക്കണേ കുട്ടികളല്ലേ? ഇതിൽ കുട്ടികളാണല്ലേ? അപ്പോൾ ഇതിൻ്റെ വീഡിയോ വിളിച്ച് കാണിച്ചു കൊടുത്താലോ? പിടിച്ചോ കൊണ്ട് വെക്കല്. ആ തെർമോക്കോൾ വെച്ച ആ മൂലക്ക് തെർമോക്കോളുണ്ട്. കൈ വെച്ചാ പൊക്കിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതേതുപോലെ ആവും. ഇതേപോലെ ആവും. മനസ്സിലായ? നീ എന്നാ ഒച്ചിനെ പിടിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്താ? അതാ ആ വലിയ ഒച്ചിനെ പിടിച്ച് കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ കുട്ടികളാണ്. ഇതിൻ്റെ കുട്ടികളെയും ഉണ്ടല്ലേ? ഇതിൻ്റെ കുട്ടികളിതാ നിൽക്കണ്. അപ്പോൾ ഇതിൻ്റെ കുട്ടികളാണിത്. ഈ ഇതെടുത്താ ഈ വലുത്. ഇതാണ് ഇതതിൻ്റെ കുറച്ച് വലുതായത്. ഇതതിൻ്റെ ഏറ്റവും ചെറുത്. ഇതെങ്ങനെ ഇതിൽ കലക്കരുത്. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ കയ്യിൽ മുക്കിയാൽ മതി. കണ്ട അടിക്ക് പോകും. അതിൻ്റെ കുട്ടികളെ കാണിച്ചു കൊടുക്കട്ടാ. ഇതാണ് കുട്ടികൾ. എത്ര കുട്ടികളുണ്ടാവും എന്നറിയാം എനിക്ക്? ഒരു 3000 കുട്ടികളുണ്ടാവും ഇവിടെ. ഇതൊക്കെ തള്ളൻ്റെ മേലെ കയറിയിരിക്കും. ഇത് കാലം ചെയ്തു. ഇന്നൊരു ഗ്ലാസ് ജാറിലാട്ട പരിപാടി. കാണിച്ചു തരാം. വീടിൻ്റെ അടുത്ത് സ്കൂളായതുകൊണ്ടാണ് കേട്ടോ ഈ ബെല്ലൊക്കെ കേൾക്കുന്നത്. പിന്നെ ഇതാണ് ഈ ആപ്പിൾ സ്നൈൽ എന്ന് പറയുന്നത്. ഇതൊരു പിന്നെ അക്വേറിയം സ്നൈലാണ്. നമ്മൾ ഒച്ചെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒച്ച വന്നിരിക്കും. പക്ഷേ ഇത് അങ്ങനെയുള്ളതല്ല. ഇതിന് നമുക്ക് ജോഡിക്ക് 40 രൂപ, 50 രൂപ, 60 രൂപ ഒക്കെ നല്ല റേറ്റുള്ള പിന്നെ ഒരു വളർത്തുന്ന ഒരു ഫാൻസി ആയിട്ടുള്ളൊരു ഒച്ചാണത്. ആപ്പിൾ സ്നെയിൽ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് അത്ര വ്യാപകമായിട്ട് ഇത് അക്വേറിയങ്ങളിൽ ഉപയോഗിക്കുന്നില്ലെങ്കിലും മറ്റു വിദേശങ്ങളിലൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടെ അവരുടെ അത് കൃത്യമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ അക്വേറിയങ്ങളൊക്കെ നല്ല വൃത്തിയിൽ കാണാനൊക്കെ ഈ സാധനം വളരെയധികം അക്വേറിയങ്ങളിൽ യൂസ് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ നന്നായിട്ട് ഹാച്ച് ചെയ്യാറുണ്ട്. നമ്മൾ പിന്നെ വീഡിയോ എടുത്ത് ഇതിനു മുമ്പ് മുട്ടയിടുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുട്ടയും അത് വിരിയുന്ന അത് പ്രോസസ്സിങ്ങൊക്കെ നിങ്ങളെ കാണിക്കണം എന്നിങ്ങനെ പല സമയത്തും ഞാൻ വിചാരിക്കാറുണ്ട്. മുട്ടയിടുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ കുട്ടികൾ ഇറങ്ങുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആപ്പിൾ സ്നൈൽ. പക്ഷേ ഇതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഷെല്ലൊക്കെ ഇങ്ങനെ ദ്രവിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ളൂ. കുട്ടികളുണ്ടാകുന്ന സമയത്ത് പിന്നെ അത് കുറച്ച് ദ്രവിച്ച് അത് ആകെ അങ്ങോട്ട് പിന്നെ കേടുവന്ന് പോവാറുണ്ട്. ഇപ്പോൾ ഇത് പിന്നെ അതിൻ്റെ ഷെല്ലിൽ കണ്ടോ കുറച്ച് പരിക്കൊക്കെ കാണുന്നത്, അതൊക്കെ അതുകൊണ്ടാണ്. അപ്പം കുറച്ച് കാലമായിട്ടുണ്ടത്. അപ്പോൾ ഇങ്ങനെ ജാറിലെടുത്തിട്ട് ഞാൻ ഈ കുട്ടികളെ വേർതിരിക്കുന്ന കാഴ്ച ഞാൻ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജാറിൽ ഇങ്ങനെ എടുത്തതും ഇങ്ങനെ കാണിക്കുന്നതൊക്കെ. നല്ല ഒരു കുട്ടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കുട്ടികളെ കിട്ടാറുണ്ട് കേട്ടോ. ഒരു വർഷം നമുക്കൊരു 3000 കുട്ടികളൊക്കെ നമുക്കിങ്ങനെ ഇതിപ്പോൾ ഒന്നിൻ്റെ ഒരു മുട്ടയിൽ നിന്ന് മാത്രം കിട്ടിയതാണ്. അങ്ങനത്തെ 10, 20, 30 മുട്ടകളൊക്കെ ഒരു മുട്ടയിൽ തന്നെ നമുക്കൊരു 150 കുട്ടികളുണ്ടാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ മുട്ട വരും. അപ്പോൾ ഒന്നെ ഒരു പിന്നെ ആഴ്ചയിൽ ഒരു 3 or 4 ഒക്കെ എന്തായാലും പിന്നെ മുട്ടയിടും. അപ്പോൾ അത്രയും മുട്ട വരുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ കയ്യിലാണെങ്കിൽ ഇങ്ങനത്തെ ഈ പാരൻറ്റ് സ്റ്റോക്കൊക്കെ കുറേ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് കുട്ടികളും പിന്നെ അവരൊക്കെ നമുക്ക് ഒരുപാട് കിട്ടാറുള്ളത്. ഏതായാലും ഇതാണ് ആപ്പിൾ സ്നെയിൽ. ഇതൊരു ചെറിയ സംഗതിയല്ല, പക്ഷേ ഇതിങ്ങനെ ഹാച്ച് ചെയ്യുന്ന വീഡിയോ ചെയ്യണമെന്ന് കരുതിയിട്ട് ചെയ്തതാണ്. നല്ല ഭംഗിയായിരിക്കും അക്വേറിയങ്ങളിലൊക്കെ. ഓക്കെ, താങ്ക് യു.